ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എവിടെയാണെന്നല്ലേ? വ്യത്യസ്തമായ ഫുഡ് തേടിയുള്ള നമ്മളൊരു യാത്രയിൽ ഇന്ന് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴിക്കോടൻ ബിരിയാണിയാണ്. അറ്റ്ലാസ് നമ്മൾ ആ കട കണ്ടെത്തി. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ വന്നു, ഇലയിട്ടു, ഇലയിലൂടെ പപ്പടവും വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഹോട്ടലിൻ്റെ ഒരു ആംബിയൻ എന്ന് പറയുന്നത്. കണ്ടോ, ചെറിയ ഹോട്ടലാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇലയിൽ ആൾറെഡി പപ്പടം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ ഓരോ ഐറ്റങ്ങൾ അങ്ങോട്ട് വരാൻ പോവുകയാണ്. നമ്മുടെ അച്ചാറ്, പിന്നെ തൈര് പച്ചടി, പിന്നെ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി. ഈ വീഡിയോ കോഴിക്കോട് നിന്ന് എത്ര പേര് കാണുന്നുണ്ടോ ദയവീത് പറയുക, നിങ്ങളുടെ ബിരിയാണി ഇങ്ങനെയാണോ അല്ലേ എന്ന് കേട്ടോ. ഇത് GCC കൺട്രിയിലുള്ള കോഴിക്കോടൻ ബിരിയാണി ഹോട്ടലിൽ കയറിയാണ് നമ്മൾ കഴിക്കുന്നത്. കോഴിക്കോടൻ ടേസ്റ്റ് നമുക്കറിയാൻ വേണ്ടി. സോ നമ്മളുടെ സവാള പച്ചടിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടുവെള്ളമാണ്, മല്ലിവെള്ളം ഇട്ട ചൂടുവെള്ളം. നമ്മുടെ ജിജു ആൾറെഡി ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം അവൻ നല്ല വിശപ്പിലാണ്, അതിൻ്റെ കൂടെ ഞാൻ നല്ല വിശപ്പിലാണ്. അങ്ങനെ നമ്മളുടെ ജിജു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിജു നോൺ സ്റ്റോപ്പായിട്ട് പോളിങ് തുടങ്ങിയിട്ടുണ്ട്. സോ അടിപൊളി വൈബാണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ആ ഫുഡിന് ഏറ്റവും ആംബിയൻസ് ആണ്. അത് നമ്മുടെ ജിജു നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസൊക്കെ എടുത്ത് നിങ്ങളെ കൊതിപ്പിക്കുകയാണ്. ദയവേത് നിങ്ങളുടെ കമൻറ്റിൽ കൂടെ ജിജുവിന് എന്താ പറയാനുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ ജിജു കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാനും അത് നമ്മുടെ ഫുഡ് എടുത്ത് ആശീർവദിച്ചിട്ട് ഞാനും കഴിക്കാൻ തുടങ്ങി. നമ്മുടെ റൈസ് നന്നായിട്ട് കുക്ക്ഡായിട്ടുണ്ട് കേട്ടോ, അത് ഒരു രക്ഷയില്ല. ഞാനപ്പോൾ ഒരു പിടി നിങ്ങൾക്കും തരികയാണ്, നിങ്ങളും കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് മക്കളെ, അതാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്നിട്ട് ഞാൻ സവാള പച്ചടി ടേസ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ സവാള പച്ചടി ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ വിനീഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ജലദോഷം കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ഈ തൈര് പച്ചടി അത്ര എടുത്തിട്ടില്ല. അതും നന്നായിരുന്നു കേട്ടോ. പിന്നെ ഈ അച്ചാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. ഇത് നമ്മളുടെ വെളുത്തുള്ളി അച്ചാറാണ്. വെരി നൈസ്, സൂപ്പർ കോംബോ ആണ് ഈ ബിരിയാണിയുടെ കൂടെ. പിന്നെ നമ്മുടെ പപ്പടക്കുട്ടപ്പൻ, ഞാൻ അതിനെ പൊട്ടിച്ച് നമ്മുടെ ചോറിൻ്റെ കൂടെ ഞം 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 എന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിച്ചു നോക്കി. സൂപ്പറായിരുന്നു. ഇതിലുള്ള ഫ്ലഷ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുക്ക്ഡായിട്ടുണ്ട് കേട്ടോ, അത് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളുടെ കോഴിക്കോടൻ ബിരിയാണി കഴിച്ചു. വേറെ ലെവൽ, വേറെ വൈബ്, വേറെ മൂഡാണ് മക്കളെ. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു യു ആൾ. താങ്ക് യു.